നമസ്കാരം. പറഞ്ഞ വാക്കിന് 916 ഗ്യാരണ്ടി, അതാണ് മോദി സർക്കാർ. ഭാരതം മുഴുവൻ ഇതിനിപ്പോൾ ദൃക്സാക്ഷികളാണ്. 2014 അധികാരത്തിലേറുമ്പോൾ ഭാരതത്തെ ഒരു വികസിത സാമ്പത്തിക ശക്തിയാക്കി മാറ്റും എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. ഇത് ഭാരതത്തിന്റെ മുൻകാല അനുഭവങ്ങൾ പോലെ വെറും വാഗ്ദാനം ആയിരുന്നില്ലെന്ന് ഇപ്പോൾ ഭാരതീയർക്ക് പൂർണ്ണ ബോധ്യമായി. പാശ്ചാത്യ സാമ്പത്തിക മാതൃകയ്ക്ക് അപ്രമാദിത്വമുണ്ടായിരുന്ന ലോക സമ്പദ് വ്യവസ്ഥയുടെ ഒഴുക്കിനെതിരെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായി ചേർന്ന് നീന്തുകയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതം. സ്വകാര്യ മേഖലയേക്കാൾ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ് ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റു രൂപം നൽകിയത്. ഇതുകൊണ്ട് ഭാരതം ഒന്നും തന്നെ നേടിയില്ല. സോവിയറ്റ് യൂണിയൻ തകരുകയും ഭാരതം സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും നെഹ്റുവിയൻ നയം 1991 നരസിംഹറാവു സർക്കാർ തിരുത്തുകയും ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക സമീപനം 1991 ഭാരതം മാറ്റിയെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള പല സ്ഥാപനങ്ങളും പിന്നീടുള്ള കാലവും നിലനിന്നു ഇതിനെയെല്ലാം പൊളിച്ചെഴുത്തിക്കൊണ്ടായിരുന്നു മോദി ഭരണം. 2015 നീതി ആയോഗിന്റെ സ്ഥാപനവും സോവിയറ്റ് മാതൃകയിലുള്ള ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടതും ഇതിന്റെ ഭാഗമായിരുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേരുന്നതായിരുന്നില്ല കാലഹരണപ്പെട്ട ആസൂത്രണ കമ്മീഷൻ. പ്രധാനമന്ത്രി കൈക്കൊണ്ട ധീരമായ മറ്റൊരു സാമ്പത്തിക നടപടി നോട്ട് നിരോധനമായിരുന്നു. രാജ്യത്തെ കള്ളനോട്ടുകളും കള്ളപ്പണവും അതുമായി ബന്ധമുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഇല്ലാതാക്കുന്നതിനും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് 2016 നവംബറിൽ ഇത് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപക്ഷം മുമ്പോട്ട് വന്നപ്പോഴും മോദി സർക്കാർ സധൈര്യം മുമ്പോട്ട് പോയി. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയവും. വിമർശനങ്ങളെ അതിജീവിച്ച് നല്ലൊരു ഭരണം അതുകൊണ്ട് അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായി. മറ്റൊരു നേട്ടം എന്നത് മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം രാജ്യത്തെ പ്രത്യക്ഷ നികുതി പിരിക്കൽ കാര്യക്ഷമമായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2013-14 സാമ്പത്തിക വർഷത്തിൽ വ്യക്തിഗത ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിച്ചവരുടെ എണ്ണം 3.8 കോടിയായിരുന്നു. 2017-18 ഇത് 6.86 കോടിയായിട്ട് ഉയർന്നു. ആദായ നികുതി പിരിവ് 2013-14 6.38 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2017-18 കണക്ക് 10.2 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. നോട്ട് നിരോധനത്തിന്റെ ഫലമായി ഗ്രാമങ്ങളിൽ പോലും ഡിജിറ്റൽ പേയ്മെന്റുകൾ സുഗമമാക്കിക്കൊണ്ട് ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിപ്ലവം സൃഷ്ടിച്ചു. സർക്കാർ രാജ്യസഭയിൽ നൽകിയ കണക്ക് പ്രകാരം 2017-18 സാമ്പത്തിക വർഷത്തിൽ 1459.02 കോടിയായിരുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് 2020-21 സാമ്പത്തിക വർഷത്തിൽ 4371.8 കോടിയായിട്ട് വർദ്ധിച്ചു. ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെയും ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, ഇ-കൊമേഴ്സ് തുടങ്ങിയവയുടെ വർധനവിന് സർക്കാർ നൽകുന്ന പിന്തുണയിലൂടെയും രാജ്യത്ത് ഡിജിറ്റൽ വിപ്ലവത്തിന് അടിസ്ഥാനം പകർന്നു. രാജ്യത്തെ ഓൺലൈൻ ഉപഭോക്താക്കളുടെ എണ്ണം 2025ഓടെ 220 ദശലക്ഷത്തിൽ എത്തുമെന്നും ഇതിന്റെ ഭാഗമായി ഇ-കൊമേഴ്സ് വിപണി $200 ബില്യൺ എത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഇക്കാലയളവിൽ കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് വരുത്തി നിക്ഷേപങ്ങളെ ആകർഷിക്കുവാൻ സാധിച്ചു. റോഡ്, റെയിൽ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തോതിൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. 2017 മുതൽ നിലവിൽ വന്ന ചരക്ക് സേവന നികുതിയായിരുന്നു സാമ്പത്തിക രംഗത്തെ നിർണായക പ്രഖ്യാപനം. GSTയുടെ വരവോടെ പരോക്ഷ നികുതിദായകരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. ധനകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 2013-14 സാമ്പത്തിക വർഷത്തിലെ പരോക്ഷ നികുതി വരുമാനം 5,318 കോടി രൂപയായിരുന്നു. 2012-13 സാമ്പത്തിക വർഷത്തിലെ 4,77,214 കോടി രൂപയിൽ നിന്നും 4.4% വളർച്ചയാണ് തൊട്ടടുത്ത വർഷം രേഖപ്പെടുത്തിയത്. എന്നാൽ 2017 മുതൽ തുടർച്ചയായി പരോക്ഷ നികുതി വരുമാനം കുതിച്ച് ഉയരാൻ തുടങ്ങി. GSTയിലൂടെ 2023 ഏപ്രിലിൽ മാത്രം ഭാരതം സമാഹരിച്ചത് 1.73 ലക്ഷം കോടി രൂപയാണ്. 2022-23 മൊത്തം വരുമാനം 18.10 ലക്ഷം കോടി രൂപയായിരുന്നു. ഭാരത സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ച പെർഫോമൻസ് ലിങ്ക് ഇൻസെന്റീവ് സ്കീമും തന്ത്രപരമായ വളർച്ചാ മേഖലകളിൽ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും വിതരണ ശൃംഖല രൂപീകരിക്കുകയും വ്യവസായങ്ങളെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുകയും കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഉപഭോക്തൃ വില സൂചിക 2009-14 വർഷത്തിൽ 8 മുതൽ 12% വരെയായിരുന്നു. 2015-23 കാലഘട്ടത്തിൽ ഇത് 6 മുതൽ 7% കുറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കാര്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് ലോക സമ്പദ് വ്യവസ്ഥ 2024
2.5% വളരുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് 2024 ആഗോള സാമ്പത്തിക വളർച്ച 2.4% ആയിരിക്കുമെന്നാണ് പ്രവചനം. വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ്, മിതമായ പണപ്പെരുപ്പം, സ്ഥിരമായ പലിശ നിരക്ക്, ശക്തമായ വിദേശ നാണ്യ ശേഖരം എന്നിവയുടെ പശ്ചാത്തലത്തിൽ 2023 ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയിൽ ഭാരതം മാറി. അങ്ങനെ 2023 ആഗോള സാമ്പത്തിക ഞെരുക്കത്തെ ഭാരതം ശക്തമായി നേരിട്ടു. വികസിത രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായ വളർച്ചാക്കുറവും ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ പോലും 2023 മാർച്ച് പാദത്തിൽ ഭാരതത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 6.1%, ജൂൺ പാദത്തിൽ വളർച്ച 7.8%, സെപ്റ്റംബർ പാദത്തിൽ 7.6%. ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക്സ് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം 2024 ഭാരതത്തിന്റെ വളർച്ച 6.1% ആയിരിക്കും. ഇതേ സമയത്ത് ചൈനയുടെ 4.7% ചുവപ്പ് നാട ഇല്ലാതാക്കിയിട്ടും നിക്ഷേപങ്ങൾക്ക് മെച്ചപ്പെട്ട അന്തരീക്ഷം സൃഷ്ടിച്ചും ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയും പ്രധാനമന്ത്രിക്ക് കീഴിൽ ഭാരതത്തിനുണ്ടായ മാറ്റങ്ങളുടെ ഫലമാണ് ഇന്നു കാണുന്ന സാമ്പത്തിക വളർച്ച. അപ്പോൾ അടുത്ത ഭരണം കൂടി മോദി സർക്കാർ വന്നാൽ വികസന കുതിപ്പിന്റെ ആക്കം കൂടും എന്നല്ലാതെ എന്താവാനാണല്ലേ? മോദി പറഞ്ഞ പോലെ 2047 ആവുമ്പോഴേക്കും വികസനത്തിൽ ലോക രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്ത് നമ്മുടെ ഭാരതം ഉണ്ടാവും. അത് തീർച്ചയാണ്.